ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ ഇസ്രായേൽ തീർത്ത് കെട്ടാൻ പോവുകയാണ്. ട്രംപിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് മേൽ ഇസ്രായേൽ ആണിയടിക്കാൻ പോകുന്നത്. അതായത് ആയത്തുള്ളമാരുടെ ഒരു ആയുധ വികസനത്തെയും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ട്രംപ് വന്നതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ശക്തനാവുകയാണോ? ട്രംപ് വന്നതോടെ ബെഞ്ചമിൻ നെതന്യാഹു ശക്തനാവുകയാണെന്ന് ചോദിച്ചാൽ ശക്തനാവുകയാണ്. അതിൻ്റെ കാരണം രണ്ടുപേരുടെയും ചിന്താഗതികളുടെ വേവ് ലെങ്ത് സമാനമാണ് എന്നതാണ്. എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്ന ഒരാളാണ് ട്രംപ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രത്തോളം അവർക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് സംശയകരമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കാണാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആഗോള രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ അത് ട്രംപും അതേപോലെ തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ ജൂത ബന്ധമായി വളരാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് മുസ്ലിമിനെതിരായ ഇറാനെതിരായിട്ടുള്ള യുദ്ധമായിട്ട് തീരുന്നത്. എന്നുവെച്ചാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഉള്ള ഒരു കുരിശുയുദ്ധം, പുതിയൊരു കുരിശുയുദ്ധത്തിൻ്റെ കാലത്തേക്ക് നമ്മൾ കടക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ കടന്നാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങി അമേരിക്കയുടെ പാവ സർക്കാരുകളായിട്ട് മാറിത്തരിക എന്നുള്ളത്. ഒരിക്കലും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയോ ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറോ നിലനിർത്താൻ അവർക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു പരിധിവരെ ഇതൊക്കെ അവർ തന്നെ വരുത്തി വെച്ച വിനയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. കാരണം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇറാഖായിരുന്നു. ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയുന്നത്. ആ സൈനിക ശക്തി തകരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇറാഖ് തന്നെയായിരുന്നു. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. കുവൈറ്റ് ആകട്ടെ അമേരിക്കയ്ക്ക് കപ്പം കൊടുത്ത് കഴിയുന്ന രാജ്യമാണ്. അവരുടെ എല്ലാ സംരക്ഷണവും അമേരിക്ക ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അതിന് അമേരിക്കയ്ക്ക് പണം നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് കുവൈറ്റ്. ആ കുവൈറ്റിനെ കയറി അടിച്ച ഇറാഖിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ ദുർബലപ്പെടുത്തിയ പ്രക്രിയയുടെ ആദ്യത്തെ ഭാഗം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടെ ഇറാഖില്ലാതെ ഇറാഖ് കഴിഞ്ഞാൽ പിന്നീട് ഇനി ഇറാനാണ് ഒരു ആയുധശക്തി എന്ന നിലയ്ക്ക് വിലയിരുത്താവുന്നത്. മറ്റുള്ളതൊന്നും ആയുധശക്തികളെ അല്ല എന്നുള്ളതാണ്. അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. മാത്രമല്ല ഇവരുടെ ആണവ ബലം, ആണവ ശക്തി എത്രമാത്രമുണ്ട് എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇവർ ഒരു ആണവശക്തി പോലും ആകണമെന്നില്ല. വെറുതെ അമേരിക്ക പറഞ്ഞ് ഇവർ ആണവശക്തിയാണ് എന്ന് പറയുകയും ഇങ്ങനെ ആണവശക്തിയായി നിൽക്കാൻ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കി നിൽക്കാൻ നീയൊക്കെ ആരാണെന്ന് ചോദിച്ച് അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇറാഖിൽ അത് സംഭവിച്ചാണ്. ഇറാഖിൽ വലിയ തോതിൽ രാസായുധശാലയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്, ഇറാഖിനെ ആക്രമിച്ച് ശരിപ്പെടുത്തി കളഞ്ഞ. ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ലോകം തെളിയിച്ചതാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ കണ്ടതാണ്. അത് തന്നെ വരാം ശത്രുവിന്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഒരാൾ പോകുമ്പോൾ ചിലപ്പോൾ അവരും തമ്മിലുള്ള സംഘടന തലമായിട്ട് ഓടിപ്പോകുന്നതായിരിക്കും. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ നിൽക്കുന്ന ആളുകൾ വെച്ചാൽ കള്ളൻ പിടിയിടാ അവനെ എന്ന് പറയും. അതുപോലെ പറഞ്ഞ് ഇപ്പോൾ ആളുടെ കൂടെയായിട്ട് ഓടിച്ചിട്ട് അവൻ കള്ളനൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ അവനെ കള്ളനാക്കി അവനെ പിടിച്ചിട്ട് ഇടിച്ച് നശിപ്പിക്കുന്ന സ്ഥിതി. അതേ തന്ത്രം തന്നെയാണ് ഈ അമേരിക്ക ഇറാഖിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഇറാഖ് ആണവായുധശാലയുള്ളവരാണെന്നും അതേപോലെ തന്നെ രാസായുധങ്ങളുടെ കേന്ദ്രമാണ് അതെന്നും പറഞ്ഞിട്ടാണ് അവർ ആക്രമിക്കുന്നത്. ഇറാഖ് കഴിഞ്ഞു, ഇറാനിലേക്ക് വരുന്ന സമയത്തും ഇറാൻ ആണവായുധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞ് ആണായുധം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ ചില വീടുകളിൽ ആൾക്കൂട്ടം ഓടിക്കയറി ശരിക്കും പറഞ്ഞ ബീഫ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറച്ചി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കും. അതുപോലത്തെ ഒരു സ്ഥിതി തന്നെയാണ് ഇറാൻ്റെ കാര്യത്തിൽ. ഇറാനൊന്നും വലിയ ആണവശക്തിയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഭീഷണികൾ, പറച്ചിലുകൾ, പ്രവൃത്തികൾ അതിലൂടെ ചിലപ്പോൾ വേണമെങ്കിൽ ഇറാനെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സ്ട്രാറ്റജിയും അവർ ഉപയോഗിക്കുമെന്ന് ഞാൻ കണക്കാക്കും. ഇപ്പോൾ ഈ ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ ഇറാന്റെ അന്ത്യകൂദാശ, ട്രംപ് ഒരു ഏകാധിപതി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാനൊരു സമയം തരും, ആ സമയത്തിനകത്തത് നടന്നില്ല എങ്കിൽ പിന്നീട്
ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം അതിന് ഇസ്രായേൽ കൂടെ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ. ഇസ്രായേലിന് കൂട്ടു നിൽക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇസ്രായേൽ കൂട്ടു നിൽക്കും. കാരണം അമേരിക്കയുടെ എല്ലാവിധമായ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അല്ലെങ്കിൽ അമേരിക്കയുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു വരിക. അപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യം വളരെ സ്വേച്ഛാധിപത്യപരമാണ്. ഇന്ന് വൈകുന്നേരം ശനിയാഴ്ചയായിരുന്നത്, അന്ന് വൈകുന്നേരത്തിനുള്ള ഒരു കൈമാറിയില്ലേ, കൈമാറി. അപ്പോൾ കൈമാറാൻ പറഞ്ഞാൽ, ട്രംപ് പറഞ്ഞാൽ കേൾക്കണം, കേട്ടില്ലെങ്കിൽ ശരിപ്പെടുത്തും, അതിൽ തർക്കമില്ല. ആ രീതിയിലേക്ക് ലോകത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളൊക്കെ പറയും ഈ ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഉണ്ടായിരുന്നു എന്ന് പറയും. ഇരുധ്രുവ ലോകം എന്ന് പറയും. ഒന്ന് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശാക്തിക ചേരിയും മറ്റൊന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശാക്തിക ചേരിയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉയർന്നു വന്ന സംവിധാനം. എന്നാൽ 80കളിൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായി പല കഷ്ണങ്ങളായിട്ട് പോയി തകർന്നു പോയതോടുകൂടി ഈ ബൈപ്പോളാർ വേൾഡ് അവസാനിച്ചു. പിന്നെ യൂണിപ്പോളാർ വേൾഡാണ്. ആ യൂണിപ്പോളാർ വേൾഡിൻ്റെ തലതൊട്ടപ്പനും അതിൻ്റെ അധികാരിയും എല്ലാവരും അമേരിക്കയാണ്. അതുകൊണ്ട് അന്ന് മുതൽ അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അത് കുറേ കൂടി ബ്ലണ്ടായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞതിനിടയിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞത് അവതരിപ്പിക്കും എന്ന് മാത്രം. ബ്ലണ്ട് നേരിട്ട് പറയാം, ഇതാണ് സ്ഥിതി, മക്കളെ സമയം നിങ്ങൾ ആയിരുന്നില്ല, വൈകുന്നേരം ആ ബന്ദികളെ കൊണ്ട് ഹാജരായി കഴിഞ്ഞാൽ നിനക്ക് ജീവനോട്ടിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ ആപ്പീസ്യം പൊട്ടിക്കും, അല്ലെങ്കിൽ കുടലെടുക്കും എന്ന് ട്രംപ് വിളിച്ചു പറയുകയാണെന്ന്. നമ്മുടെ ഒരു കവലച്ചട്ടമ്പിയുടെ സംസാരം പോലെയാണ്. പക്ഷെ അത് നടപ്പിലാകും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവരെന്ത് ചെയ്ത് ബന്ദികളെ കൊണ്ടേ കൊടുത്ത് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത്. എന്തായിരിക്കും ആ ശനി ട്രംപിൻ്റെ നീക്കങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്കൊരു ഭയം തോന്നും. കാരണം ട്രംപ് എടുക്കുന്ന നിലപാടുകളിൽ എപ്പോഴും മാറ്റങ്ങൾ വരുത്താതെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ഊഷ്മളമായ ബന്ധവും ദൃഢമായ ബന്ധവുമൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ ഒരു നിലപാട് കർശനമായി ട്രംപ് സ്വീകരിച്ചാൽ അതിനെ നേരിടാനുള്ള ധൈര്യമൊക്കെ ഇന്ത്യക്കുണ്ടോ? അല്ല, കർശനമായ നിലപാട് നമുക്കെതിരെ അമേരിക്ക എടുക്കുമ്പോൾ നമുക്കും കർശനമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടി വരും. അതൊരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ട്രംപിൻ്റെ നയങ്ങളിൽ നിന്നോ അയാളുടെ തീരുമാനങ്ങളിൽ നിന്നും മാറുന്നില്ല. അനധികൃതമായിട്ട് കുടിയേറിയ കുടിയേറ്റക്കാരെ ഞാൻ പുറത്തേക്ക് എറിയും എന്ന് അദ്ദേഹം പറഞ്ഞ് പുറത്തേക്ക് അദ്ദേഹം എറിയുന്നു. അങ്ങനെ എറിയുന്ന സമയത്ത് ഇന്ത്യക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട്, എറിയുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്, വിമാനത്തിന് കൊണ്ടുവരും. അതിനെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവർ കയ്യിലും കാലിലും ചങ്ങലൊക്കെ ഇട്ടാണ് കൊണ്ടുവരുന്നത്. അത് ഏത് രീതിയിൽ പരിശോധിച്ചാലും മനുഷ്യാവകാശ ദംശനം തന്നെയാണ്. പക്ഷേ ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള ട്രംപിനും കൈയടിക്കുന്ന ആളുകളുണ്ട്. ആളുകൾക്ക് ഉളുപ്പില്ലാതായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇന്ത്യക്കാരൻ്റെ ഒരു പ്രൈഡ്, ഒരു അഭിമാനം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ട്രംപിൻ്റെ കാൽക്കൽ വെക്കേണ്ട ആവശ്യമില്ല. സായിപ്പിൻ്റെ കാൽക്കൽ വെക്കാനുള്ളതല്ല ഇന്ത്യക്കാരൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവൻ്റെ കയ്യിലും കാലിലുമൊക്കെ ബലം കളിച്ച് കൊണ്ടുവരുന്ന കാര്യമില്ല. അവനെ പുറത്താക്കണം. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ അകത്ത് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകൾ പുറത്താക്കണം. അങ്ങനെ കുടിയേറിയ ആളുകൾ അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നെങ്കിൽ അവർ ജയിലിലിടുകയോ അല്ലെങ്കിൽ അവരുടെ നിയമം അനുസരിക്കുന്നതായിട്ടുള്ള നിയമത്തിന് വിധേയമാക്കി ചെയ്യണം. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിലില്ല. അതാണ് ശരി. നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെ വന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് നമ്മളുടെ അഭിപ്രായം. പക്ഷേ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൈകാലുകളിൽ ചങ്ങലക്കിടാമോ, അത് മനുഷ്യത്വമാണോ എന്ന ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഇന്ത്യക്കില്ലേ? ആ ചോദ്യം മോദി ട്രംപിനോട് ചോദിച്ചോ? അതാണ് നമുക്ക് സംശയമായിട്ട് നിൽക്കുന്നത്. അത് ചോദിച്ചാൽ മാത്രമാണ് മോദിക്ക് അന്തസ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മോദിക്ക് അന്തസ്സില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ട്രംപിൻ്റെ അന്തസ്സ് ചുമക്കാനുള്ള ചുമട്ടുകാരനായി മോദി മാറേണ്ട കാര്യമൊന്നുമില്ല.